എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും LSS റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ചുപേര് വളരെ സന്തോഷത്തിലാവും, കുറച്ചുപേര് പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തതുകൊണ്ട് കുറച്ച് ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. LSS റിവാലുവേഷന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. LSS റിവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു 40 മാർക്കിനൊക്കെ മുകളിൽ മാർക്ക് ലഭിച്ചവർ LSSൽ 40 മാർക്കിനൊക്കെ മുകളിൽ ലഭിച്ചവർ LSS റിവാലുവേഷന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മെയ് 2 തീയതി മുതൽ മെയ് 10 തീയതി വരെ, മെയ് 10 തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് റിവാലുവേഷനെ രജിസ്റ്റർ ചെയ്യാവുന്നത്. സമയം ശ്രദ്ധിക്കണം, വൈകുന്നേരം വരെ ഇല്ല, ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് റിവാലുവേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. 2 തീയതി മുതൽ 10 തീയതി വരെയാണ് റിവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നത്. സ്ക്രീനിൽ കാണുന്ന www.parikshabhavan.kerala.gov.in എന്ന സൈറ്റിലാണ് LSSന് റിവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇതിപ്പോൾ ലഭ്യമായിട്ടില്ല. മെയ് 2 തീയതി മുതലാണ് സൈറ്റിൽ ഇതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആവുകയുള്ളൂ. ഇതിൽ ഫസ്റ്റ് പേപ്പറിന് 100 രൂപയും സെക്കൻഡ് പേപ്പറിന് 100 രൂപ, അങ്ങനെ 2 പേപ്പറിനും കൂടി കൊടുക്കുകയാണെങ്കിൽ 200 രൂപയാണ് LSS റിവാലുവേഷന് ഫീസായിട്ട് വരുന്നത്. ഇനി ഒരു പേപ്പർ മാത്രമാണ് മാർക്ക് കൂടാൻ സാധ്യത കൂടുതൽ തോന്നുന്ന ആ പേപ്പർ മാത്രം റിവാലുവേഷന് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ 100 രൂപയ്ക്ക് ആ ഒരു പേപ്പർ മാത്രമായിട്ടും റിവാലുവേഷന് കൊടുക്കാം. ഇനി LSS റിവാലുവേഷൻ കഴിഞ്ഞ് മാർക്ക് കൂടുകയാണെങ്കിൽ, LSSന് ക്വാളിഫൈ ആവുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടും. 200 രൂപ അടയ്ക്കുന്ന പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും. LSS റിവാലുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് AE ഓഫീസിൽ എത്തിക്കുകയും വേണം. ഇതിനുള്ള ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സാധാരണ റിവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് സ്കൂളുകൾ തന്നെയാണ്. ടീച്ചേഴ്സിന് ആ പൈസ എത്തിച്ചു കൊടുക്കാവും വേണ്ടി വരുള്ളൂ. ഇനി അങ്ങനെയല്ല, പാരന്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട്, കംപ്ലീറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്കൂളിൽ എത്തിക്കണം. 13 തീയതിയുടെ ഉള്ളിൽ സ്കൂളുകൾ ഈ പ്രിന്റ് ഔട്ട് AE ഓഫീസിൽ എത്തിക്കണം എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപേക്ഷയുടെ കംപ്ലീറ്റ് പ്രിന്റ് ഔട്ട് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. USSന് ഈ രീതിയിൽ റിവാലുവേഷൻ ഇല്ല, OMR പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ USSന് റിവാലുവേഷൻ വരുന്നില്ല. LSSന് മാത്രമാണ് റിവാലുവേഷനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതിന്റെ ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 1-2 മാർക്കിനൊക്കെ LSSും USSും നഷ്ടമായ കുട്ടികൾ ഉണ്ടാവും. അവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. LSSന് മാർക്ക് ഇത്തരത്തിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കുട്ടികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. USSന് റിവാലുവേഷൻ ഓപ്ഷൻ ഇല്ല. ഒരുപാട് പഠിച്ച 1-2 മാർക്കിനൊക്കെ LSS നഷ്ടമായ കുട്ടികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ USS പരീക്ഷ, SSLC അങ്ങനെ ഒരുപാട് പൊതുപരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ കൂടുതൽ വാശിയോടെ പഠിച്ച് മുന്നേറുക. ഈ ഒരു വിഷമം അതിനുള്ളൊരു വാശിയാക്കി മാറ്റുക. ഇതൊന്നിന്റെയും അവസാനമല്ല. ഈ വിഷമം ഉപയോഗപ്പെടുത്തി എല്ലാവരും കൂടുതൽ വാശിയോടെ പഠിച്ച് കൂടുതൽ ഉയരങ്ങളിൽ എത്തുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും റിവാലുവേഷന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്